ഇന്ന് ആംഗുലാർ ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംഗുലാറിൻ്റെ പ്രൊജക്റ്റ് സ്ട്രക്ചറാണ്. ലാസ്റ്റ് നമ്മളെ ട്യൂട്ടോറിയലിൽ നമ്മൾ പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വരെയാണ് നോക്കിയത്. സപ്പോസ് ഈ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക. അതിൽ ആംഗുലാർ എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആംഗുലാറിൻ്റെ പ്രൊജക്റ്റിൻ്റെ എങ്ങനെയാണ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ട്യൂട്ടോറിയലിൽ ക്രിയേറ്റ് ചെയ്ത മൈ ആപ്പ് എന്നുള്ള പ്രൊജക്റ്റ് ഇതാണ്. സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഡിഫോൾട്ടായിട്ട് വന്ന ഫോൾഡേഴ്സും ഫയൽസെല്ലാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും നമുക്ക്. സോ നമുക്ക് ഇതിൽ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് SRC ആണ്. SRC എന്ന് പറയുന്നത് നമ്മളെ സോഴ്സ് ഫോൾഡറാണ്. SRC എന്താണെന്നുള്ള നമുക്ക് ഡീപ്പായിട്ട് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ട് പറയാനുണ്ട്. സോ SRC എന്താണെന്നുള്ള അവിടെ നിൽക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് package.json ആണ്. സോ ഇതാണ് നമ്മളെ package.json എന്നുള്ള ഫയൽ ഇതാണ്. സോ അത് നേരെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ നേരെ ഉള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെയാണ് package.json എന്നുള്ള ഫയലുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ആംഗുലാർ ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജസ് ആണ് ഈ package.json ഉള്ളത്. അതുകൂടാതെ തന്നെ കുറച്ച് കസ്റ്റം സ്ക്രിപ്റ്റ്സും ഉണ്ട്. സോ ഓക്കെ, മെയിനായിട്ട് രണ്ട് സെറ്റ് ഓഫ് പാക്കേജസ് ആണ് വരുന്നത്. ഒന്ന് ഡിപ്പെൻഡൻസീസും ദെൻ ഡെവ് ഡിപ്പെൻഡൻസീസും. ഇതിൻ്റെ പേരിലുള്ള പോലെ തന്നെ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് ആംഗുലാർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് ആണ്. ഇതില്ലാണ്ട് ആംഗുലാർ റൺ ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിലും ഇതെന്തായാലും നിർബന്ധമായിട്ട് വേണം. അതാണ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. ദെൻ ഡെവ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ അല്ല, അതായത് നമുക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ പാക്കേജ് ഉപയോഗിക്കുന്നത്. ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ, അതായത് പ്രൊഡക്ഷൻ്റെ കേസിൽ വരുമ്പോൾ പ്രൊഡക്ഷൻ സെർവറിൽ നമുക്ക് ഈ ഒരു ഡെവ് ഡിപ്പെൻഡൻസീസ് നമുക്ക് ആവശ്യമില്ല. സോ അതാണ് ഈ ഡിപ്പെൻഡൻസീസും ഡെവ് ഡിപ്പെൻഡൻസീസും തമ്മിലുള്ള മാറ്റം. ദെൻ പോരാത്തതിന് ഈ ഡിപ്പെൻഡൻസീസും ഡെവ് ഡിപ്പെൻഡൻസീസും ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഇൻസ്റ്റാൾ ആവുന്നത് നമ്മളെ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലോട്ടാണ്. സോ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും ഈ ഒരു പാക്കേജസ് എല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. സോ അത് നമ്മൾ ഇൻസ്റ്റാൾ ആവുന്നത് ഓരോ പുതിയ പാക്കേജസ് നമ്മൾ npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ആവുക. അപ്പോൾ പുതിയ പാക്കേജസ് ഇവിടെ ഇതിൻ്റെ കൂടെ താഴെ ആഡായി വരും. ആ പാക്കേജസ് എല്ലാം ഇതിൽ ആഡായിട്ട് വരും. അതുപോലെ അത് നോഡ് മൊഡ്യൂൾസിലാണ് അത് ഇൻസ്റ്റാൾ ആയി വരിക. സോ അതാണ് ഈ ഡിപ്പെൻഡൻസീസ് ഡെവ് ഡിപ്പെൻഡൻസും തമ്മിലുള്ള മാറ്റം. ദെൻ കുറച്ച് കസ്റ്റം സ്ക്രിപ്റ്റ്സ് ഇവിടെ ഉണ്ട്. അതിന് എക്സാമ്പിൾ ഇവിടെ ഉണ്ട് ng, അതേപോലെ ng സർവ്, സ്റ്റാർട്ട്, ബിൽഡ്, ഇതൊക്കെയാണ് കസ്റ്റം സ്ക്രിപ്റ്റ്സിന് എക്സാമ്പിൾസ്. കസ്റ്റം സ്ക്രിപ്റ്റ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഓൾറെഡി നമ്മൾ ഓൾറെഡി CLI പ്രൊവൈഡ് ചെയ്യുന്ന കമാൻഡ്സ് ഉണ്ട് ആംഗുലാറിൻ്റെ. ng സർവ് ഓൾറെഡി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. അത് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ലാസ്റ്റ് ട്യൂട്ടോറിയൽ യൂസ് ചെയ്ത് കാണിച്ചിരുന്നു റൺ ചെയ്തിട്ട്. സോ അത് നമുക്ക് കസ്റ്റമായിട്ട് കമാൻഡ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓൾറെഡി npm സ്റ്റാർട്ട് ഇത് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള സ്ക്രിപ്റ്റാണ്. നമുക്കിതിൽ ചേഞ്ച് വരുത്താം. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ng സർവ് -- ഓപ്പൺ എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് സർവർ അത് ഇത് ഓപ്പണായി റണ്ണായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ng സർവ്. അത് ഓപ്പണായിട്ട് ബ്രൗസറിൽ ഓപ്പണായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ -- ഓപ്പൺ എന്ന് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ഇവിടെ സ്റ്റാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ npm സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എടുക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് കാണാൻ കണ്ടോ. ng സർവ് -- ഓപ്പൺ ആണ് ഇവിടെ എടുത്തത്. സോ അതായത് നമ്മളിവിടെ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്താണോ, സ്ക്രിപ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് ഇവിടെ എടുക്കും. സോ അങ്ങനെ ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതാണ് ഇവിടെ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഫങ്ഷണാലിറ്റി ഒന്ന് നോക്കാം. സോ അത് കമ്പയറായി വരുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് 4200 നമ്മൾ ആപ്പ് ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വന്നു. അതാണ് നമ്മൾ ഓൾറെഡി എൻ്റെ എക്സ്പ്ലോററാണ് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഡിഫോൾട്ട് ബ്രൗസർ. അതുകൊണ്ടാണ് എക്സ്പ്ലോറിൽ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് മനസ്സിലാക്കി കാണും. അതുപോലെ നമുക്ക് ബിൽഡ് അടിച്ചു കഴിഞ്ഞാൽ ng ബിൽഡാണ് അവിടെ വർക്ക് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷണാലിറ്റി വരുന്നത്, സ്ക്രിപ്റ്റ്സിൻ്റെ ഫങ്ഷണാലിറ്റി വരുന്നത് അങ്ങനെയാണ്. സോ നമ്മൾ package.json എന്താണെന്ന് നോക്കി.
ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് നോഡ് മോഡ്യൂൾസ്. നോഡ് മോഡ്യൂൾസ് നമ്മളതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഓക്കെ, നോഡ് മോഡ്യൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പാക്കേജ് ഡോട്ട് ജേസണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസിൻ്റെ ഇൻസ്റ്റാൾ ആവുന്നത് നോഡ് മോഡ്യൂൾസ് എന്നുള്ള ഫോൾഡറിലാണ്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ npm ഇൻസ്റ്റാൾ അങ്ങനെ പാക്കേജിൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ അപ്പോൾ അങ്ങനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്താലും അത് അതിൻ്റെ ID പാക്കേജിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് അതിൻ്റെ നെയിം ഇവിടെ വരും. അതുപോലെ തന്നെ പാക്കേജിൻ്റെ കാര്യങ്ങളെല്ലാം ഫുൾ ഇൻസ്റ്റാൾ ആവുക ജസ്റ്റ് ഈ ഫോൾഡറിലോട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ആവുക. അതിനാണ് നമ്മൾ ഈ നോഡ് മോഡ്യൂൾസ്, അതാണ് ഈ നോഡ് മോഡ്യൂൾസിൻ്റെ യൂസേജ് അതാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് E2E എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ് നെക്സ്റ്റ് വരുന്നത്. ഇതാണ് നമ്മളെ E2E എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. അത് പേര് പോലെ തന്നെ E2E മീൻസ് എൻഡ് ടു എൻഡ് എന്നാണ്. അതായത് എൻഡ് ടു എൻഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് E2E എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉപയോഗിക്കുന്നത്. അതായത് എൻഡ് ടു എൻഡ് ടെസ്റ്റ് കോൺഫിഗറേഷൻ ആണ് ഇതിൽ വരുന്നത്. അത്ര അറിഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും ഇതിൽ ജസ്റ്റ് അറിയേണ്ട ആവശ്യമില്ല. ഈ protector.conf.json എന്നുള്ള ഫയലുണ്ടല്ലോ, അത് വരുന്നത് നമ്മളെ പ്രൊട്ടാക്ടറിൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ്. പ്രൊട്ടാക്ടർ എന്ന് പറയുകയാണെങ്കിൽ അതായത് നമ്മളെ ടെസ്റ്റിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ പ്രൊട്ടാക്ടർ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലാണ് ഈ protector.conf.js എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് angular.json ഫയലാണ് നെക്സ്റ്റ്. ഇതാണ് angular.json ഫയൽ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ആംഗുലാർ CLIൻ്റെ കോൺഫിഗറേഷൻ ഫയലാണിത്. ആംഗുലാർ CLI എന്ന് പറയുന്നത് ആംഗുലാറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ടൂളാണ്. അതിൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് .editor config ഫയലാണ് നെക്സ്റ്റ്. സോ ഇതാണ് എഡിറ്റർ കോൺഫിഗ് ഫയൽ. ഈ എഡിറ്റർ കോൺഫിഗ് ഫയൽ എന്ന് പറയുന്നത് നമ്മളെ VS കോഡിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലാണ്. അതായത് എഡിറ്ററിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലാണ്. സോ ഇത് അതായത് എഡിറ്ററിൻ്റെ കോഡിംഗ് സ്റ്റൈലും കൺസിസ്റ്റൻ്റ്ലി കോഡിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുക്കാനുള്ളതാണിത് കോൺഫിഗറേഷൻ ഫയൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, editorconfig.org പോയിട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് .gitignore ഫയലാണ് നെക്സ്റ്റ്. സോ ഇതാണ് gitignore ഫയൽ എന്നുള്ള ഫയൽ. ഈ gitignore ഫയൽ എന്ന് പറയുകയാണെങ്കിൽ ഫയൽസും ഫോൾഡേഴ്സും നമുക്ക് സോഴ്സിലേക്ക് ആവശ്യമില്ലാത്ത ഫയൽസും ഫോൾഡേഴ്സും ആണ് ഈ gitignore ഫയൽ എന്ന് പറയുകയാണെങ്കിൽ. അതായത് നമ്മൾ ജിറ്റബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെപ്പോസിറ്ററിയിൽ ഇഗ്നോർ ചെയ്യേണ്ട ഫയൽസ്. എക്സാമ്പിളാണ് ഡിസ്റ്റ് ഫയൽ. ഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ലാസ്റ്റ് കമ്പൈൽ ചെയ്തെല്ലാം പ്രൊജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ആവുന്നൊരു ഫോൾഡറാണ് ഡിസ്റ്റ്. ഇതൊന്നും നമുക്ക് റെപ്പോസിറ്ററിയിലോട്ട് മാറ്റുമ്പോൾ ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അതാണ് github.comൽ ഇഗ്നോർ ഫയൽസ് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ദെൻ നോഡ് മോഡ്യൂൾസ്. ഈ നോഡ് മോഡ്യൂൾസൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട ഫയൽസാണ്. ഇതൊന്നും നമുക്ക് സോഴ്സിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, റെപ്പോസിറ്ററിയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഈ gitignore ഫയൽസിൽ വരുന്നത്. karma.conf.js. ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടെസ്റ്റ് റണ്ണറാണ്. ഈ യൂണിറ്റ് ടെസ്റ്റ് റണ്ണറിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലാണ് ഈ karma.conf.js എന്നുള്ള ഈ ഫയൽ. ദെൻ നെക്സ്റ്റ് readme.md ഫയലാണ്. ഇതിൽ ജസ്റ്റ് ആംഗുലറിൽ യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ബേസിക് കമാൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ng സർവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദെൻ പുതിയ കമ്പോണൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കമ്പോണൻ്റ് എന്നൊക്കെ നമുക്ക് പിന്നീട് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ മനസ്സിലാവും. ദെൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യൽ, അതിനൊക്കെ ജസ്റ്റ് കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കൂടുതലൊന്നും ഇത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കിതൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്കിതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് tsconfig.json tslint.config.json. ഓക്കെ, tsconfig.json എന്ന് പറയുന്നത് നമ്മളെ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ് tsconfig.json. ദെൻ tslint.json യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലാണ് tslint.json. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള, അതായത് നമ്മളെ ആംഗുലാറിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. സോ ഇതിൽ നമ്മൾ സ്കിപ്പ് ചെയ്തത് src എന്നുള്ള ഫോൾഡറാണ്, അതായത് സോഴ്സ് ഫോൾഡറാണ്. ഇത് സ്കിപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം പറയേണ്ടത് ഉള്ളതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നോക്കാം.
ഓക്കെ. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ റീപ്ലൈ തരും, പേഴ്സണലായിട്ട് എന്തായാലും റീപ്ലൈ തരും. ഓക്കെ.